ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കനക്കുകയാണ്. തന്നെ മര്യാദ പഠിപ്പിക്കാൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. മുൻകൂട്ടി സമയം തേടാതെയാണ് ക്ഷണിക്കാൻ പോയതെന്ന വി ഡി സതീശിന്റെ വാദം മന്ത്രി വി എൻ വാസവൻ തള്ളി. ഇതിനിടെ ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം 20-ന് പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള വിവാദം കടുക്കുകയാണ്. UDF ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. സംഗമത്തിലേക്കുള്ള ക്ഷണം സംബന്ധിച്ച ദേവസ്വം മന്ത്രിയുടെ വിമർശനത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടിയുമായി എത്തി. ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മര്യാദയൊന്നും പഠിപ്പിക്കേണ്ട, അത്ര ആയിട്ടില്ല. എന്നാൽ ക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാദം മന്ത്രി വി എൻ വാസവൻ തള്ളി. സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ബദൽ സംഗമം അവരുടെ സ്വാതന്ത്ര്യമെന്ന് മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തർക്ക് മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നായിരുന്നു BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചത്. പരിപാടിയുടെ ഉദ്ദേശ്യശുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലും മതസ്വാതന്ത്ര്യത്തിന്മേലും അവർക്ക് ഉള്ള കയ്യേറ്റമാണ് ഭരണഘടനാദത്തമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ മൗലികാവകാശത്തിൻ്റെ ധ്വംസനമാണ്. ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി അറിയിച്ചു. നമ്മൾ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക്. അപ്പം നമുക്ക് പറ്റുള്ള ഒന്നും ചിന്തയില്ല. ഈ മാസം 22-ന് പന്തളത്താണ് സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.